സമാധാനപ്പെട്. ഓക്കെ ഓക്കെ, വരാന്ന് പറഞ്ഞില്ലേ? അപ്പോ നീ ടെസ്റ്റ് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിച്ചിരുന്നു? അത്രയില്ലെങ്കിലും പ്രതീക്ഷിച്ചിരുന്നടാ. പോട്ടടാ, നിനക്കിപ്പോ ചെറുതാണെങ്കിലും ഒരു ജോലി ഉണ്ടല്ലോ ഇല്ലേ? ഉണ്ട്, പക്ഷേ എനിക്കറിയാം നീ ഇങ്ങനെ പ്യൂണായി തുടരേണ്ടവനൊന്നും അല്ല. നീ IAS പ്രിലിം കിട്ടിയവനല്ലേടാ. ബാക്കി കൂടി ശ്രമിച്ച IAS ആരനാവോ നോക്ക്. അതിനേക്കാൾ പവർ ഉണ്ടായിരുന്നോടാ നീ ഇപ്പൊ തോറ്റ ടെസ്റ്റിലെ ജോലിക്ക്. അതില്ലായിരുന്നു. പിന്നെ പിന്നെ നീ എന്തിനാടാ ഇങ്ങനെ കിടന്ന് വിഷമിക്കുന്നത്? എടാ, നിനക്കറിയാമോ ഞാൻ എന്താ ഇത്രയും കാലമായിട്ടൊരു ജോലിക്ക് പോകാത്തതെന്ന്? എടാ, എനിക്ക് തരമായ ജോലി എന്നെ തേടി ഇവിടെ വരണം. അതേ നമുക്ക് പറ്റൂ. എന്റെ ആഗ്രഹം എന്തെന്ന് ശരിക്കും നിനക്കും അറിയില്ല. വരുന്നടാ, നീ അവിടെ നില്ല്. പറ്റിച്ചോ? ചേട്ടാ, ഒരു പാക്കറ്റ്. ഹായ് ഹായ്. അളിയ, നീ പറഞ്ഞതാ ശരി. പഠിച്ചില്ലേ പറ്റില്ല. 20ഓളം പേപ്പറുണ്ട് എഴുതിയെടുക്കാൻ. നീ ആദ്യം അവളെ വെളി നിർത്ത്. പെണ്ണെല്ലാം നാശത്തിനാ. ഇതും അങ്ങനെ ആകാതിരുന്നാ മതി. അളിയ, അവളാ. ഞാൻ പറഞ്ഞു അവളോട് ഞാൻ 3 മാസം കഴിഞ്ഞ് വിളിച്ചാ മതിയെന്ന്. നടന്നത് തന്നെ. ഇത് സിമ്പിളാണ് കാര്യം. ശരിക്കും അബദ്ധമായിപ്പോയി. ഒരു ആവേശത്തിനേറി പറഞ്ഞു പോയതാ. കില്ലർ ദാസെങ്ങാനും അറിഞ്ഞാലോ? അവൻ അറിഞ്ഞാൽ എന്താടാ? നിന്റെ ദേഹത്ത് ഒരുത്തരം തൊടാൻ ഞാൻ സമ്മതിക്കില്ല. ഇതിന്റെ അപ്പുറം പ്രശ്നങ്ങളെ ഒറ്റയ്ക്ക് നേരിട്ടിട്ടുണ്ട്. ഒരുത്തന്റെ മുമ്പേ താണിട്ടും ഇല്ല. ഈ കില്ലർ ദാസനേക്കാൾ കിടിലങ്ങളോടാ പണ്ട് ഞാൻ കളിച്ചിരുന്നത്. പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. കില്ലർ അറിയും മുമ്പ് പോയി മാപ്പ് പറയാന്ന് കരുതിയതാ. ഛേ, നീ ആരുടെ മുന്നിലും താഴരുത്. നമുക്കുള്ള നിലയും വിലയും നമ്മൾ ഉണ്ടാക്കുന്നതാ. ഇന്ന് രാവിലെ മുതൽ ചെറിയൊരു തലവേദന. പല പല പ്രശ്നങ്ങളല്ലേ. പഠിച്ചതൊന്നും പഴയതുപോലെ ഓർമ്മ വരുന്നില്ല. ഞാനൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണ്. പ്രസിദ്ധമായ ഒരു സോഫ്റ്റ്വെയർ കമ്പനി, സീനെറ്റ്. പ്ലീസ് സിറ്റ്. ഗുഡ് മോർണിംഗ് സർ. മനു. It's too bad. താൻ ഒന്നുമില്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആളല്ലേ. ജയിച്ചില്ലെന്നോ പോട്ടെ. ഇറ്റ് ഈസ് ടു പതറ്റിക്. അറിയാം സാർ. പുല്ല് മറന്നും പോയി. എന്താ സാർ? അറിയാമെങ്കിൽ പറയടോ. പിന്നെ പഠിച്ചില്ലേടോ സാർ? ഒന്നുകൂടി ട്രൈ ചെയ്യട്ടെ സാർ. സാർ, ഞങ്ങൾ എന്ത് ചെയ്യും? തനിക്ക് വല്ലതും അറിയണ്ടേ? തന്നെ പഠിപ്പിച്ചെടുക്കാന്നുള്ള പ്രതീക്ഷ പോലും ഇല്ല. സാർ സാർ പ്ലീസ് സാർ. സാർ പ്ലീസ് സാർ. സാർ സാർ പ്ലീസ്. ഈ ജോലി കിട്ടിയില്ലെങ്കിൽ സാർ കുറെ കാലമായി സാർ. ഒരുപാട് ഇന്റർവ്യൂകൾ കഴിഞ്ഞു സാർ. സാർ സാലറി കുറവാണെങ്കിലും കുഴപ്പമില്ല, തന്നില്ലെങ്കിലും കുഴപ്പമില്ല സാർ. സാർ, സോഫ്റ്റ്വെയർ ജോലി ഇല്ലെങ്കിൽ നാണക്കേടാണ് സാർ. സാർ അതുകൊണ്ടാ സാർ. സാർ കാല് പിടിക്കാം പ്ലീസ് സാർ. സാർ എന്നെ കൈപിടിയരുത് സാർ. പ്ലീസ് സാർ. സാർ പ്ലീസ് സാർ. സാർ പ്ലീസ് സാർ. സാർ ഹായ്. അളിയ, എന്തായി? അപ്പൊ ജോലി ഉറപ്പായിട്ടും കിട്ടും. സാലറി കുറവാടാ. കമ്പനി തേപ്പാണെന്നാ തോന്നുന്നേ. അല്ല, കിട്ടിയാലും ഇയാൾ അങ്ങനെ ഏതെങ്കിലും ജോലിക്ക് പോവില്ലല്ലോ. ഓ, അവർക്കൊന്നും വലിയ സ്റ്റാൻഡേർഡ് ഇല്ലെന്നേ. എന്റെ സാറേ, ഒരു വല്ലാത്ത ചെക്കനായിരുന്നത്. എന്നാ പറ്റി?
10 എത്രയാന്ന് അറിയാത്ത ഇവനെയൊക്കെ എഞ്ചിനീയറിംഗിന് പറഞ്ഞയച്ചവരെ പറഞ്ഞാ മതി. ഒന്നും പറഞ്ഞുകൂടന്നേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് ടഫ്, ബാക്കിയൊക്കെ സിമ്പിൾ ആയിരുന്നു. ഞാൻ തുരുതുരാ പറഞ്ഞില്ലേ. അല്ല, നീ കിട്ടിയാ പോവുമായിരുന്നു. അളിയാ, അപ്പൊ നിന്റെ ശരിക്കുള്ള ആഗ്രഹം എന്താടാ? എന്റെ ആഗ്രഹം